അമീബ. ഇന്ന് കേരളത്തിൽ ഒരുപാട് മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ടാങ്കുകൾ അതുപോലെ കിണറുകൾ കൃത്യമായ രീതിയിൽ നമ്മൾ ക്ലീനിങ് ചെയ്യണം. ഞാനുള്ളത് കുമരനെല്ലൂരാണ്. കപ്പൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ എല്ലാ വീട്ടിലും കിണറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിൻ എത്തിച്ചിട്ടുണ്ട്. പല ആളുകളും അത് ചെയ്തിട്ടില്ല. അത് എങ്ങനെയാണ് ചെയ്യാന്ന് പോലും അറിയില്ല. അതിൻ്റെ സാമ്പിൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ബക്കറ്റിൽ 2 ടേബിൾ സ്പൂൺ ക്ലോറിൻ പൗഡർ എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു അതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കുക. അതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് എന്നിട്ട് അതിലേക്ക് 1/4 ബക്കറ്റ് വെള്ളം ഒഴിക്കുക. ഒരു അരമണിക്കൂർ അത് അങ്ങനെ മൂടി വെക്കുക. അപ്പൊ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ക്ലോറിന് താഴ്ഭാഗത്ത് അതിന്റെ ചുണ്ണാമ്പൊക്കെ പോയിട്ടുണ്ട്, മുകളിലായിട്ട് അതിന്റെ ക്ലോറിൻ വന്നിട്ടുണ്ട്. ആ മുകളിലെ വെള്ളമാണ് നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴ്ഭാഗത്ത് ചുണ്ണാമ്പൊക്കെ വേർതിരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമാണ് നമുക്ക് കിണറ്റിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. ബക്കറ്റ് നേരെ കിണറ്റിലേക്ക് ഇറക്കുകയാണ്. കിണറിൽ ഈ ക്ലോറിൻ വെള്ളം നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ പല വീടുകളുടെ കിണറുകൾ ഇന്ന് നിശ്ചലമാണ്. കാരണം നമ്മൾ ബക്കറ്റ് കൊണ്ട് വെള്ളം മുക്കാറില്ല. അതുകൊണ്ട് വെള്ളം ഒരിക്കലും ഇളകുന്നില്ല. ഞാൻ അതിന് എൻ്റെ വീട്ടിലൊരു സൂത്രം ചെയ്തിട്ടുണ്ട്. എൻ്റെ ടാങ്കിൻ്റെ ഓവർഫ്ലോൻ്റെ പൈപ്പ് ഞാൻ ഇട്ടിട്ടുള്ളത് എൻ്റെ കിണറ്റിലേക്കാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും കിണറിൽ ആ ഓവർഫ്ലോൻ്റെ വെള്ളം ചാടുന്നതോട് കൂടിയിട്ട് കിണറിലെ വെള്ളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആവുകയില്ല. നമ്മുടെ ടാങ്ക് നിറഞ്ഞ് 100 കണക്കിന് ലിറ്റർ വെള്ളമാണ് പല വീടുകളിലും വേസ്റ്റായി പോകുന്നത്. ആ വെള്ളം നമുക്ക് ഇതിലൂടെ സേവ് ചെയ്യുകയും ചെയ്യാം. ഏറ്റവും വലിയ പ്രധാനമാണ് നമ്മളെ വീടുകളിലെ, അതേപോലെ ബിൽഡിങ്ങിലെ, അതേപോലെ കല്യാണ മണ്ഡപങ്ങളിലെ, പള്ളികളിലെ, സ്കൂളിലെ വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യുക എന്നത്. ഒരുപാട് സ്ഥലങ്ങളിലെ വാട്ടർ ടാങ്കുകൾ തീരെ ക്ലീൻ ചെയ്യാതെ മാസങ്ങളും വർഷങ്ങളുമായിട്ടുള്ള ടാങ്കുകളുണ്ട്. ഇന്ന് തന്നെ നിങ്ങളുടെ ഏത് സ്ഥാപനത്തിൻ്റെയും ടാങ്കുകൾ പരിശോധിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ 15 വർഷമായിട്ടും 20 വർഷമായിട്ടും ഉപയോഗിക്കുന്ന ടാങ്കുകൾ ഒന്ന് മാറ്റി ഇതേപോലുള്ള സ്റ്റീൽ ടാങ്കുകൾ നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.